CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ MP ചേരുകയാണ് 24-നൊപ്പം. അങ്ങ് കേട്ട് കാണും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു പരാമർശം. ആദിവാസി ക്ഷേമ വകുപ്പ് മന്ത്രി ഒരു ഉന്നത കുലജാതനായിരിക്കണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല. പക്ഷേ മാധ്യമങ്ങളൊക്കെ പറഞ്ഞതനുസരിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് തികച്ചും നമ്മുടെ ഭരണഘടനാ ലംഘനമാണ്. നമ്മുടെ ഭരണഘടനയിൽ ഒരിക്കലും ഉന്നത കുലജാതനെന്നോ താഴ്ന്ന കുലജാതനെന്നോ ഒന്നും പറയുന്നില്ല. എല്ലാവരും ഈക്വലാണെന്നാണ് പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിലെ ഓരോ പൗരന്മാരും തുല്യരാണ്. ആ തുല്യത നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് ഒരു മന്ത്രി, ഭരണഘടന തൊട്ട് സത്യം ചെയ്ത അധികാരത്തിലെത്തിയ മന്ത്രി ഇത്തരത്തിൽ വിവേചനപരമായിട്ടുള്ളൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. അത് കോടിക്കണക്കിന് വരുന്ന ജനതയെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അത് ട്രൈബൽ ആളുകളെ ആണെങ്കിലും അല്ലെങ്കിൽ ദളിത് വിഭാഗങ്ങളെ ആണെങ്കിലും എല്ലാം അവഹേളിക്കുന്ന ഒരു സ്ഥിതിയാണ്. തന്നെയുമല്ല, ഒരു ഉന്നത കുലജാതൻ ഭരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ തെറ്റായൊരു കാഴ്ചപ്പാടാണ്. ഇവിടെ ഉന്നത കുലജാതനാണല്ലോ, അങ്ങനെ പറയുന്നവരാണല്ലോ കുറേ കാലം ഭരിച്ച 78 വർഷക്കാലം. ആ 78 വർഷക്കാലവും ഒരു ഉന്നത കുലജാതനും ഈ സുരേഷ് ഗോപിയുടെ വെർഷനിൽപ്പെട്ട ആളുകൾ ഭരിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് മാറ്റായിരുന്നത്? അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. സ്വന്തം മനസ്സ് എത്രയുണ്ട് വികൃതമാണ് എന്നാണ് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. തന്നെയല്ല, നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പൗരയെ അവഹേളിക്കുക കൂടി ചെയ്യുകയാണ്. രണ്ടാമത്തൊരു വശം, ഇന്ത്യയുടെ പ്രഥമ പൗരയ്ക്കെതിരായിക്കൊണ്ട് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ശ്രീമതി സോണിയാഗാന്ധിക്കെതിരായിട്ട് അടുത്ത ദിവസം നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി തന്നെ ശക്തമായി പ്രതികരിച്ചത്. അങ്ങനെ പ്രസിഡന്റിനെ മോശപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രതികരിക്കേണ്ട സ്ഥിതി വന്നത്. അതിനേക്കാൾ മോശപ്പെടുത്തുന്ന ഒരു പ്രതികരണമാണ് സുരേഷ് ഗോപിയിൽ നിന്നും ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നത്. അത്തരം പ്രസ്താവനകൾ അദ്ദേഹം നടത്താൻ പാടില്ലാത്തതാണ്. അദ്ദേഹത്തിന് എപ്പോഴും ഒരു ഉന്നത കുലജാതൻ എന്നുള്ള രീതിയിൽ ആയിത്തീരണം, അങ്ങനെയുള്ള ഒരു ഇതായിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. അതാണ് ഇതിലും പ്രകടിപ്പിക്കുക. അദ്ദേഹം മന്ത്രിയാവുന്നതുകൊണ്ടൊന്നും തെറ്റൊന്നുമില്ല. മന്ത്രിയാകാൻ ഇപ്പോൾ ഏത് വകുപ്പിൻ്റെയും മന്ത്രിയാവുന്നുണ്ട് കുഴപ്പമില്ല. പക്ഷേ ആ ഉന്നത കുലജാതൻ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അത് തെറ്റായ കാഴ്ചപ്പാട്, ഭരണഘടനാ വിരുദ്ധമാണ്. ആ സ്ഥാനത്തിരുന്നുകൊണ്ട് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. പ്രധാനമന്ത്രി സോണിയാഗാന്ധിക്കെതിരായിട്ട് പറഞ്ഞതിനേക്കാൾ ശക്തമായിട്ട് സുരേഷ് ഗോപിക്കെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതാണ്. അതേസമയം അദ്ദേഹം പറയുന്നത് 2016 അദ്ദേഹം ആദ്യം MP ആയ സമയം മുതൽ തന്നെ ആ വകുപ്പ് തനിക്ക് വേണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന്. അത് BJPക്ക് മനസ്സിലായി കാണും. ഇയാൾക്കത് വകുപ്പ് കൊടുക്കുകയാണെങ്കിൽ കൊടുത്താൽ മതിയല്ലോ. BJP പ്രധാനമന്ത്രിക്കും ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവർക്ക് കൊടുക്കാതിരുന്നത്. അത് അവർ ചെയ്യേണ്ട കാര്യമാണ്. അതിന് നമ്മളാരെയും നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? BJP അവരുടെ പാർട്ടി തീരുമാനം അനുസരിച്ചാണ് മന്ത്രിമാരെ തീരുമാനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഏത് വകുപ്പാണ് വേണ്ടതെന്ന് തീരുമാനിച്ച അവരുടെ പാർട്ടിയല്ലേ, ആ പാർട്ടിയോടെ അല്ലേ പറയേണ്ടത് എനിക്ക് ആ വകുപ്പ് വേണമെന്നാണ്. അല്ലാതെ നാട്ടിൽ മുഴുവൻ ഇറങ്ങി എനിക്ക് ആ വകുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് നടക്കില്ലല്ലോ ചെയ്യേണ്ടത്. ഇത്തരത്തിലൊരു ഭരണഘടനാ വിരുദ്ധമായ ഒരു പരാമർശം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഘട്ടത്തിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ ഇടതുപക്ഷം എന്നുള്ള രീതിയിൽ ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിക്കും. അത് ഇപ്പോഴല്ലേ ഇപ്പോഴാണ് അറിയുന്നത്. കൃത്യമായിട്ട് അതിൻ്റെ എന്താണെന്ന് നമ്മൾ കണ്ടില്ല, മാധ്യമങ്ങൾ പറഞ്ഞതനുസരിച്ചുകൊണ്ടാണ്. അത് തീർച്ചയായിട്ടും ആലോചിച്ച് പിന്നെ ഇന്ത്യ മുന്നണി തന്നെ ആലോചിച്ച കാര്യത്തിൽ നടപടി. ഇടതുപക്ഷത്തിന് ശക്തമായുള്ള എതിർപ്പാണ് രേഖപ്പെടുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ജാതി വ്യവസ്ഥ വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ്. വീണ്ടും പുനഃസ്ഥാപിക്കല്ല, ഇവിടെ ഉണ്ട്. ആ ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിലെ ശാപമായിട്ട് ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് പറയുമ്പോൾ ചില ആളുകൾ നമ്മളെ ചീത്ത പറയാറുണ്ട്, എന്നെ പ്രത്യേകിച്ചും ചീത്ത പറയാറുണ്ട്. അപ്പോൾ അതാണെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം അതാണ്. ഇപ്പോഴും ആ സങ്കുചിതമായ ജാതി ചിന്തയും പേറി നടക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലെ ചില ആളുകൾ. ഭൂരിപക്ഷം എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ശാപമായിട്ട്, പണ്ട് കാൾമാർക്സ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ഇന്ത്യയുടെ ശാപമാണെന്ന് പറയുന്നത്, അതിപ്പോഴും ശരിവയ്ക്കുന്ന പ്രസ്താവനകളാണ് നമ്മുടെ പല ആളുകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അങ്ങ് കേരളത്തിൽ നിന്നുള്ള മറ്റൊരു കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം, കേരളം എല്ലാ മേഖലകളിലും സാമൂഹ്യ മേഖലകളിലും എല്ലാം ഇതായതുകൊണ്ടാണ് പണം ലഭിക്കാത്തത്, അത് മോശമാണെന്ന് പറയുമ്പോൾ ആണെങ്കിൽ പണം ലഭിക്കുമെന്നാണ്. അതാണ് തെറ്റായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണല്ലോ അങ്ങനെ പറയുന്നത്.
നമ്മളെല്ലാ കാലത്തും ഈ പിച്ചച്ചട്ടിയായിട്ട് നമ്മുടെ ഓരോരുത്തരുടെ അടുത്ത് ചെന്നോളണം എന്നുള്ളതാണ് ഒരു സങ്കല്പം. കേന്ദ്രം എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങളിങ്ങനെ വലിയ ആൾക്കാർ നിങ്ങളൊക്കെ പിച്ച ചോദിച്ച് വരുമ്പോൾ ഞങ്ങൾ ആ പാത്രത്തിൽ ഇട്ട് തരേണ്ടതാണ് എന്നുള്ള കൺസെപ്റ്റാണ് മാറ്റേണ്ടത്. സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ ആയിരിക്കരുത്. സംസ്ഥാന ഗവൺമെൻറ്റുകൾ അവർ ശരിയായ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് നേട്ടമുണ്ടാക്കും. ആ നേട്ടമുണ്ടാക്കുന്നത് ആ സംസ്ഥാനത്തിന് ദോഷമായിട്ട് മാറാൻ പാടില്ലല്ലോ. അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. കേരളം എന്നൊരു മലയാളി എന്ന നിലയിലും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് അതല്ലേ. കേരളം മുന്നേറുകയാണ്. ഇപ്പോൾ എക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ പറഞ്ഞല്ലോ, ആ റിപ്പോർട്ടിലും കേരളം പല കാര്യത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഒന്നാം സ്ഥാനത്ത് നിന്നത് കേരളത്തിൻ്റെ ഒരു കുറവായിട്ട് കാണുക എന്നുള്ള സമീപനം സ്വീകരിക്കുന്നത് തെറ്റായ നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. ഈക്വലായിട്ട് എല്ലാവർക്കും കൊടുക്കേണ്ടതാണ്. നമ്മുടെ വരുമാനവും സമ്പത്തും എല്ലാം ഈക്വലായിട്ട് വിതരണം ചെയ്യേണ്ടതാണ്. കേരളത്തിന് അർഹതപ്പെട്ടതില്ലേ ചോദിക്കേണ്ടത്. അർഹതപ്പെട്ടത് കൊടുക്കണം എന്നല്ലേ കേന്ദ്രമന്ത്രിമാർ പറയേണ്ടത്. കേരളത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന കേന്ദ്രമന്ത്രിമാർ പറയേണ്ടത് കേരളത്തിന് അർഹതപ്പെട്ടത് കൊടുക്കണം. അതിന് പിന്നെ കേരളം കാലിൽ ഇഴഞ്ഞു വന്ന് ചോദിക്കട്ടെ എന്നുള്ള സമീപനം അല്ലല്ലോ സ്വീകരിക്കേണ്ടത്. തീർച്ചയായിട്ടും കേരളത്തിന് അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമുക്ക് ഏറ്റെടുക്കേണ്ടത്. കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ഉയർന്നു വന്നിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് തന്നെ വലിയ പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ പരാമർശം ഭരണഘടനാ വിരുദ്ധമാണ് എന്നും രാഷ്ട്രപതിയെ പോലും അവഹേളിക്കുന്നതിന് തുല്യമാണ് ആ പരാമർശം എന്നുമാണ് കെ രാധാകൃഷ്ണൻ MP വ്യക്തമാക്കുന്നത്. ജോഗീർ സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.